ഓക്കെ, കുറച്ച് നെയിമിങ് ആദ്യം തരാമേ, നോക്കിക്കോളൂ. നമുക്കറിയാം കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് സി ഡബിൾ ബോണ്ടോടെ ഒരു സൈഡിൽ ഒ എച്ചും ഒരു സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പും വരുന്നതാണ് ജനറൽ ഫോർമുല. സി ഡബിൾ ബോണ്ടോടെ ഒരു സൈഡിൽ ഒ എച്ച് ഒരു സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നതാണ് കാർബോക്സിലിക് ആസിഡ് എന്ന് ജനറലി പറയുന്നത്. അപ്പം അതിനകത്ത് ആദ്യത്തെ കാർബോക്സിലിക് ആസിഡ് സി ഡബിൾ ബോണ്ടോടെ ഒരു സൈഡിൽ ഒ എച്ചും ഒരു സൈഡിൽ എച്ചും വന്നാലും കാർബോക്സിലിക് ആസിഡ്, ഇവനെ നമ്മൾ മെഥനോയിക് ആസിഡ് എന്നാണ് പറയുന്നത്. മെഥനോയിക് ആസിഡ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഫോർമിക് ആസിഡ് എന്ന് പറയും. ഫോർമിക് ആസിഡ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ സി ഡബിൾ ബോണ്ടോടെ ഒരു സൈഡിൽ ഒ എച്ചും ഒരു സൈഡിൽ സി എച്ച് ത്രീയും വന്നു കഴിഞ്ഞാൽ രണ്ട് കാർബൺ ഉള്ള, നമുക്കറിയാം ഫങ്ഷണൽ ഗ്രൂപ്പിൽ കാർബൺ വരുവാണെങ്കിൽ ആ കാർബണെ മെയിൻ ചെയിനകത്ത് കൂട്ടും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഇവനെ നമ്മൾ എത്തനോയിക് ആസിഡ് എന്നായിരിക്കും നെയിം ചെയ്യുന്നത്. എത്തനോയിക് ആസിഡ് അല്ലെങ്കിൽ അസെറ്റിക് ആസിഡ്. അതേപോലെ തന്നെ സി എച്ച് സിംഗിൾ ബോണ്ട് CH2, ഇവിടെ ഒരു CH2, ഇതേലൊരു COOH, ഇതേലൊരു COOH, ഇതേലൊരു COH. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് നമ്മൾ എവിടെ പഠിച്ചതാ? ഇങ്ങനെ ഒരു കോമ്പൗണ്ട് നമ്മൾ ആൽഡിഹൈഡിനകത്തും പഠിച്ചതാണ് അല്ലേ? ആൽഡിഹൈഡിനകത്ത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതിനകത്ത് ഇവനെ നമ്മൾ പറയുന്നത് പ്രൊപ്പെയിൻ. ഈ മൂന്നാൾക്കാരെ മെയിൻ ചെയിനകത്ത് കൂട്ടില്ല. അപ്പം അവനെ നമ്മൾ എഴുതുന്നത് പ്രൊപ്പെയിൻ 1 2 3 ട്രൈ കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, അടുത്ത ഇതിനകത്ത് നമുക്ക് എഴുതേണ്ടത് ഇതാണ്. ട്രയോയിക് ആസിഡ് എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ, ഇതിന് ട്രയോയിക് ആസിഡ് എന്ന് പറയാം. അടുത്ത ബെൻസീൻ റിംഗിൽ കാർബോക്സിലിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ, അതായത് COOH ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവനെ നമ്മൾ ബെൻസോയിക് ആസിഡ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ എഴുതി പോകുന്നേ ഉള്ളൂ. ബെൻസോയിക് ആസിഡ് എന്നാണ്. അതേപോലെ തന്നെ ബെൻസീൻ റിംഗിൽ അഡ്ജസന്റ് കാർബൺ ആറ്റത്തിൽ രണ്ട് COOH വന്നു കഴിഞ്ഞാൽ ഇവനെ നമ്മൾ പറയുന്നത് ബെൻസീൻ 1 2 ഡൈ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയും. ഡൈകാർബോക്സിലിക് ആസിഡ് എന്ന് പറയും. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ, അതായത് ബെൻസീൻ റിംഗ്, ഈ ബെൻസീൻ റിംഗിന്റെ ബ്രാഞ്ചിൽ CH2 COOH ഇങ്ങനെ വരികയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ബെൻസീൻ റിംഗിന്റെ ബ്രാഞ്ചിൽ വരുമ്പോൾ, ബെൻസീൻ റിംഗ് ഇത് അതിന്റെ ബ്രാഞ്ച് ആയിട്ട് നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല, ബെൻസീൻ റിംഗിന്റെ സൈഡ് ചെയിനിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ ആ സൈഡ് ചെയിനെ വേണം മെയിൻ ആയിട്ട് എടുക്കാൻ. ഈ ബെൻസീൻ റിംഗിനെ ബ്രാഞ്ച് ആയിട്ട് എടുക്കണം എന്നുള്ള കാര്യം കഴിഞ്ഞ ഒരു ഇത് പഠിപ്പിച്ചപ്പോഴും പറഞ്ഞതാണ്. അപ്പൊ ഇതാണ് ഇവിടെ മെയിൻ ചെയിന്. അപ്പൊ അതിന്റെ ഫസ്റ്റ് കാർബൺ ഇത്, സെക്കൻഡ് കാർബൺ ഇത്. അപ്പൊ രണ്ടാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് ആയിട്ടുള്ള, നമ്മൾ ബെൻസീനെ ബ്രാഞ്ച് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പം ഇവിടെ രണ്ടാമത്തെ കാർബണിൽ ബെൻസീൻ ബ്രാഞ്ച് ആയിട്ട് വരുമ്പോൾ ബെൻസീന്റെ പേര് ഫീനൈൽ എന്നാണ്. അപ്പൊ 2 ഫീനൈൽ എഥനോയിക് ആസിഡ്. വണ്ണോയിക് ആസിഡ് ആണ്, എഥനോയിക് ആസിഡ് എന്ന് എഴുതിയാൽ മതി. അടുത്തത് ഇതും കൂടെ എഴുതാം നമുക്ക്. CH3 ട്വൈസ് C ഡബിൾ ബോണ്ട് CH COOH. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ഇതിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യണം. അപ്പം CH3 രണ്ടെണ്ണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാർബണിൽ രണ്ട് CH3 ഈ കാർബണിൽ രണ്ട് CH3 അതിനർത്ഥം. ഓക്കെ, അപ്പൊ CH3 വരച്ചു, ഡബിൾ ബോണ്ട് CH COOH. അപ്പം ഇതിന്റെ പേര് എന്താണ്? പ്രിഫറൻസ് ബ്രാഞ്ചിനല്ല, ഫങ്ഷണൽ ഗ്രൂപ്പിലാണ്. അതിൽ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്, 1 ആണ്. അതിന്റെ കാർബോക്സിലിക് ആസിഡ് 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക, 4 കൊടുക്കുക. അപ്പൊ 3 മീഥൈൽ ബ്യൂട്ട് 2 ഈനോയിക് ആസിഡ്. അല്ല, അതായത് ENE വരത്തില്ല, ഈനോയിക് ആസിഡ്.
ഇനി നമ്മൾ പ്രിപ്പറേഷനിലോട്ട് കയറാൻ പോവാണ്. പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്ന് ഹെഡിങ് എഴുതുക. പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡിനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ. ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ. ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ. ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോളിനകത്ത് നമുക്കറിയാം, നമ്മൾ ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും പ്രിപ്പറേഷനകത്ത് പ്രൈമറി ആൽക്കഹോളിനെ PCC വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്തപ്പോൾ ആൽഡിഹൈഡും, സെക്കൻഡറി ആൽക്കഹോളിനെ PCC അല്ലെങ്കിൽ CrO3 ഒക്കെ വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ കീറ്റോണും ഉണ്ടാകുന്നുള്ള കാര്യം പഠിച്ചു അല്ലേ? അപ്പൊ ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്യുകയാണെങ്കിൽ ആൽഡിഹൈഡും കീറ്റോണും അല്ലേ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഈ ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്യുകയാണെങ്കിൽ, ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തുകയാണെങ്കിൽ കാർബോക്സിലിക് ആസിഡ് എങ്ങനെ ഉണ്ടാവും? ഞാൻ നിങ്ങളോട് പറഞ്ഞത് 3 ടൈപ്പ് ഓക്സിഡൈസിങ് ഏജന്റുകളുണ്ട്. ഒന്ന് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്, എക്സാമ്പിൾ നമ്മൾ പഠിച്ചായിരുന്നു KMnO4 ഉം HNO3. രണ്ട് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ്, അതിനകത്ത് നമ്മൾ PCC, ക്രോമിക് ആസിഡ് ഒക്കെ പഠിച്ചത്. അതേപോലെ മൂന്നാമത്തേതാണ് വെരി മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റിനകത്താണ് നമ്മൾ ഫെലിങ്സ് റിയേജന്റും ടോളൻസ് റിയേജന്റും പഠിച്ചത്. അപ്പൊ നമ്മൾ ആദ്യത്തെ കാർബോക്സിലിക് ആസിഡിനെയും കീറ്റോൺസിനെ ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ അവിടെ മൈൽഡ് ഓക്സിഡൈസിങ് ആയിട്ടുള്ള PCCയും CrO3 ഉപയോഗിച്ചത്. എന്നാൽ ആ ആൽക്കഹോളിനെ തന്നെ നിങ്ങൾക്ക് കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റണമെങ്കിൽ നിങ്ങൾ ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിക്കണം. ഓക്കെ ആണല്ലോ? അതാണ് അവിടുത്തെ വ്യത്യാസം. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആൽക്കലൈൻ KMnO4 ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടി നോക്കിയോ, CH3 ഞാൻ എഴുതുന്ന പോലെ എഴുതാണേ. CH3 CH2നെ തന്നെ ഇങ്ങനെ എഴുതുകയാണ്, OH. ഇതിപ്പോ ഒരു പ്രൈമറി ആൽക്കഹോൾ ആണല്ലോ. ഇതിനെ ഞാൻ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉണ്ട്, അതായത് ആൽക്കലൈൻ KMnO4 ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അത് മാത്രമല്ല, ഞാൻ ഒന്നാമത്തെ സ്റ്റെപ്പിൽ, അതും രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഞാൻ ഹൈഡ്രോലിസിസ് ചെയ്യുവാണ്, വാട്ടറും കൂടെ ആഡ് ചെയ്യാണ്. ഓക്കെ. എന്നിട്ട് അപ്പൊ ഇവിടെ എന്താ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷൻ ഓഫ് ഓക്സിജനോ ആകാം, റിമൂവൽ ഓഫ് ഹൈഡ്രജനോ ആകാം, അല്ലെങ്കിൽ രണ്ടും നടക്കാം. ഇവിടെ രണ്ടും നടക്കുന്നുണ്ടേ. അല്ല, OH അല്ലേ? ഇവിടെ ഇവിടെ എന്താണ്, ഇത് മാത്രമേ നടക്കുന്നുള്ളൂ. എന്താണെന്നറിയോ? അഡീഷൻ രണ്ടും നടക്കുന്നുണ്ട്. അഡീഷൻ ഓഫ് ഓക്സിജൻ, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ നടക്കുന്നുണ്ട്. ഇവിടെ അഡീഷൻ ഓഫ് ഓക്സിജനും നടക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇതൊന്നും എഴുതണ്ട. അതേപോലെ തന്നെ റിമൂവൽ ഓഫ് H2 നടക്കുന്നുണ്ട്. മനസ്സിലായോ? അതെങ്ങനെയാന്ന് നോക്കി. ഈ രണ്ട് ഹൈഡ്രജൻ കട്ടായി പോയിട്ട് അവിടെ ഡബിൾ ബോണ്ട് O വരും. അതായത് CH3 C ഡബിൾ ബോണ്ട് O, പിന്നെന്താ OH, കാർബോക്സിലിക് ആസിഡ് ആയില്ലേ? ഇവന്റെ പേര് എഥനോൾ ആണ്. ഇത് എന്താണ്? എഥനോയിക് ആസിഡ് ആണ്. എഥനോയിക് ആസിഡ് ആണ്. ഇനി ഇതിന്റെ തന്നെ വേറൊരു ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ജോൺസ് റിയേജന്റ് പറഞ്ഞിട്ട് ഈ ഓക്സിഡേഷനകത്തു നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അപ്പം അതിന്റെ രണ്ടാമത്തെ റിയാക്ഷൻ ആയിട്ട് നിങ്ങൾ ആ ജോൺസ് റിയേജന്റിന്റെ ഒരു അത് ഓക്സിഡൈസിങ് ഏജന്റ് തന്നെയാണ്. ഞാൻ തന്നെ ഇങ്ങനെ എഴുതുകയാണ്, CH3 CH2 6 ടൈംസ്, എന്നിട്ട് CHHOH. ഇത് ഒരു ആൽക്കഹോൾ അല്ലേ? ഇത് 6 1 7 1 8 കാർബൺ ആണ്. അപ്പൊ ഒക്ടനോൾ ആണ്. ഇതിനെ ഞാൻ റിയേജന്റിനെ ശ്രദ്ധിച്ചോണേ. ഇവിടെ ഞാൻ ഓക്സിഡൈസിങ് ഏജന്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ CrO3. അപ്പൊ നിങ്ങൾ ചോദിക്കും, CrO3 മൈൽഡ് അല്ലേ? മൈൽഡ് അല്ല, അതിനകത്ത് കുറച്ച് H2SO4 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് മാറും. കണ്ടോ, ഇവിടെ ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ, എല്ലാം ഓക്സിജൻ, സ്ട്രോങ് ആയി.
പ്ലസ് എന്താ അവിടെ ഞാൻ ഇനി ഹൈഡ്രോളിസിസ് വാട്ടറും കൂടെ ആഡ് ചെയ്താൽ ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്യേണ്ട ആവശ്യമാണ് ഉള്ളത്. പക്ഷെ ഇവിടെ ഓൾറെഡി നമ്മൾ ആസിഡ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ആസിഡ് ഹൈഡ്രോളിസിസ് ആയിക്കോളും. അപ്പം എന്താ വേണമെങ്കിൽ H3O+ എന്ന് എഴുതാം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. അതായത് ഈ രണ്ട് ഇത് കട്ടായി പോയിട്ട് അവിടെ ആഡ് ആവും CH3 CH2 6 ടൈംസ്. ഇതിനർത്ഥം എന്താണെന്നറിയോ? CH3 CH2 6 ടൈംസ് എന്ന് പറയുമ്പോൾ CH2 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 OH കണ്ടോ? ഈ CH2 ഈ സിയിലാണ് വന്ന് മറ്റേ അറ്റാച്ച്മെന്റ് നടക്കുന്നത് എന്നുള്ള കാര്യം ആലോചിച്ചോണം. ഓക്കെ ആണല്ലോ? അപ്പം അവിടുത്തെ ആ C ഡബിൾ ബോണ്ടോടെ അത് എന്ത് ചെയ്യുക? ആ രണ്ട് ഹൈഡ്രജനെ കളഞ്ഞിട്ട് പകരം C ഡബിൾ ബോണ്ടോ വരും, പിന്നെ OH വരും. കണ്ടോ? ഇതിപ്പം 6 2 8 ഒക്ടനോയിക് ആസിഡ് ആയി. ഒക്ടനോയിക് ആസിഡ്. ഇത് ഈ CrO3 പ്ലസ് H2SO4 നമ്മൾ ജോൺസ് റിയേജന്റ് എന്ന് പറയും. ജോൺസ് റിയേജന്റ് എന്ന് പറയും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചാണ് എന്താണ് ജോൺസ് റിയേജന്റ്, അത് വെച്ചിട്ട് റിയാക്ഷൻ എന്ത് റിയാക്ഷൻ ആണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ചോദിച്ചാണ്. അപ്പം അത് ഇപ്പോഴല്ല, 2017 ആ ഒരു കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആൽക്കഹോളിനെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആൽഡിഹൈഡും കീറ്റോണും ഉണ്ടാവാതെ ഡയറക്റ്റ് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാവുമെന്ന് പഠിച്ചു. ഇനി അത് ഒന്നാമത്തെ റിയാക്ഷൻ ആണ്, ഒന്നാമത്തെ പ്രിപ്പറേഷൻ ആണ്. രണ്ടാമത്തെ പ്രിപ്പറേഷൻ ഓക്സിഡേഷൻ ഓഫ് ആൽഡിഹൈഡ്. ഓക്സിഡേഷൻ ഓഫ് ആൽഡിഹൈഡ് നമുക്കറിയാം, ആൽക്കഹോളിനെ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് വെച്ചിട്ട് ഇതാക്കി കഴിഞ്ഞാൽ അവൻ ആൽഡിഹൈഡ് ആയിട്ട് മാറും. അപ്പൊ ആൽഡിഹൈഡിനെ വീണ്ടും ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്യിപ്പിച്ചാൽ എന്തായിട്ട് മാറും? അത് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും, ഇല്ലേ? അപ്പൊ നമ്മളിപ്പോ ഈ റിയാക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. ആൽഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡ് ആക്കുന്ന റിയാക്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അതൊന്ന് നോക്കാം. അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ആൽഡിഹൈഡ് എടുത്തു, CH3 CH2 C ഡബിൾ ബോണ്ടോ H. ഇതൊരു ആൽഡിഹൈഡ് അല്ലേ? ഇതിനകത്ത് ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് CrO3 മതി. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? CH3 CH2 C ഡബിൾ ബോണ്ട്. അതിനൊരു അനക്കമല്ല, ഇവിടെ ഒരു OH, ഒരു ഓക്സിജൻ ആഡ് ആവും. അപ്പം ഇവന്റെ പേര് എന്താണ്? പ്രൊപ്പനാലാണ്. പ്രൊപ്പനാലാണ് ഇവന്റെ പേര്. പ്രൊപ്പനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡ്. അടുത്തത് ഫ്രം ആൽക്കൈൽ ബെൻസീൻ. ഫ്രം ആൽക്കൈൽ ബെൻസീൻ. ഫ്രം ആൽക്കൈൽ ബെൻസീൻ. ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ഇതാണ്. അപ്പം ഈ ആൽക്കൈൽ ബെൻസീൻ എന്താണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കിക്കോണം. അതായത് ബെൻസീൻ റിങ്ങിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വരുവാണെങ്കിൽ അവനെയാണ് നമ്മൾ ആൽക്കൈൽ ബെൻസീൻ എന്ന് പറയുന്നത്, CH3, അല്ലേ? ഇവൻ മീഥൈൽ ബെൻസീൻ ആണ്, അതായത് ഇവൻ ആൽക്കൈൽ ബെൻസീന്റെ എക്സാമ്പിൾ ആണ്. എന്നാൽ ഈ മീഥൈൽ ബെൻസീനിൽ എങ്ങനെയുള്ള ബെൻസീനാണ് ഈ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. അതായത് ഇവൻ റിയാക്ഷനകത്ത് പങ്കെടുക്കും. ഇവനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കത്തില്ലേ? അതായത് ഇങ്ങനെ വരയ്ക്കാം നമുക്ക്. അതായത് CA, ഇതിൽ 3 ഹൈഡ്രജൻ, ഇങ്ങനെ വരയ്ക്കാം, അല്ലേ? അപ്പം ഇവിടെ ഈ റിയാക്ഷൻ നടക്കും, റിയാക്ഷൻ പോസിബിൾ ആണ് എന്ന് എന്ന് എഴുതുക. കോമ്പൗണ്ട് ഇങ്ങനെ വന്നാലും ഈ റിയാക്ഷൻ പോസിബിൾ ആണ്. അതായത് CA, ഇവിടെ ഒരു CH3 വന്നിട്ട് അനുഗ്രഹ ഒരു 1.5 പേജ് വിട്ടിട്ട് താഴോട്ട് എഴുതിക്കോ കേട്ടോ. ഇവിടെ ഒരു H, ഇവിടെ ഒരു H, കണ്ടോ? അപ്പൊ ഇത് മീഥൈൽ ബെൻസീൻ ആണ്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥൈൽ ബെൻസീൻ ആണ്. കണ്ടോ? മീഥൈൽ ബെൻസീന്റെ ഒരു ഹൈഡ്രജൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ വീണ്ടും ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്നു. അപ്പം ഇവിടെയും റിയാക്ഷൻ പോസിബിൾ ആണ്. കാരണം ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്. ഈ ഹൈഡ്രജനെ മാറ്റിയിട്ടാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്, അതിലേതെങ്കിലും ഒരു ഹൈഡ്രജൻ. അപ്പം ഇവിടെയും എന്താ? ഇവിടെ ഒരെണ്ണം മാറിയിട്ടുള്ളൂ, ബാക്കി 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് അവിടെയും ഈ റിയാക്ഷൻ പോസിബിൾ ആണ്. റിയാക്ഷൻ പോസിബിൾ. ഇനി വേറൊരു രീതിയിൽ ഒരു കോമ്പൗണ്ട് ഉണ്ട്. അപ്പൊ മറ്റേ ഹൈഡ്രജനെ കൂടെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെയും കൂടെ ഇത് വന്നാലോ? ഇവിടെ C, ഇവിടെ ഒരു CH3, ഇവിടെയും ഒരു CH3, ഇവിടെ ഒരു H, കണ്ടോ? അപ്പോഴും റിയാക്ഷൻ പോസിബിൾ ആണ്. കാരണം ഈ H നെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ റിയാക്ഷൻ നടക്കും. റിയാക്ഷൻ പോസിബിൾ ആണ്. ഇനി റിയാക്ഷൻ പോസിബിൾ അല്ലാത്ത ഏതാണെന്ന് അറിയാമോ?
മീഥൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗ്രൂപ്പ് ഏതാണെന്നറിയോ? ഇങ്ങനെ ഇവിടെ ഒരു CH3 വന്നു, ഇവിടെയും ഒരു CH3 വന്നു, ഇവിടെയും ഒരു CH3 വന്നു. അപ്പൊ റീപ്ലേസ് ചെയ്യാൻ ഇവിടെ ഡയറക്റ്റ് ഹൈഡ്രജൻ ആറ്റം ഒന്നുമില്ല. എപ്പോഴും ആലോചിച്ചോണം, ഈ ബെൻസീൻ റിങ്ങിന്റെ കാർബണുമായിട്ട് തൊട്ടടുത്തിരിക്കുന്ന കാർബണിലായിരിക്കും കാർബണിന്റെ ഡയറക്റ്റ് ഉള്ള ഹൈഡ്രജനെ മാറ്റിയിട്ടായിരിക്കും ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ ഈ കോമ്പൗണ്ടിൽ അങ്ങനെ ഒരു എന്താണ് ഹൈഡ്രജൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ നോ റിയാക്ഷൻ ആണ്, നോ റിയാക്ഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് അവിടെ ഇട്ടേക്കണം, ചെറുതാക്കാം. എന്നിട്ട് നമുക്ക് എക്സാമ്പിൾ എഴുതാം. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആ റിയാക്ഷൻ എഴുതാൻ നോക്കിയോ. ഞാനൊരു മീഥൈൽ ബെൻസീൻ എടുക്കുകയാണ്. അപ്പൊ ഈ മീഥൈൽ ബെൻസീനിൽ നിന്ന് എനിക്ക് എന്താക്കണം, എനിക്ക് ബെൻസനോയിക് ആസിഡ് ഉണ്ടാക്കിയെടുക്കണം. അതായത് ആൽക്കൈൽ ബെൻസീനിൽ നിന്ന് എനിക്ക് എന്താ ഉണ്ടാക്കിയെടുക്കണം, കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് അല്ലേ. അപ്പം ഞാൻ എന്താണ് ഒരു ബെൻസീന് അതേല് എന്താണ് നമ്മുടെ CH3. ഓക്കെ, അപ്പം ഈ CH3 ഞാൻ ഇതിനകത്തോട്ട് ഞാൻ എന്താ ആഡ് ചെയ്യാൻ പോകുന്നറിയോ, ആൽക്കലൈൻ KMnO4 ആഡ് ചെയ്യാൻ പോവാ. ആൽക്കലൈൻ KMnO4 ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഓക്സിഡേഷൻ നടക്കുന്ന കാര്യം മനസ്സിലാക്കിക്കോണം. മാത്രമല്ല അവിടെ KOH കൂടെ ആഡ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആലോചിച്ചോണം, ഈ കാർബണിൽ ആ കാർബണിന്റെ രണ്ട് ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഒരു ഡബിൾ ബോണ്ട് ഓയും വരും, ഈ കെയും വന്ന് അവിടെ അറ്റാച്ച് ചെയ്യും. അതായത് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടാവും, C ഡബിൾ ബോണ്ട് O. ഓക്കെ, ഇങ്ങനത്തെ കോമ്പൗണ്ട് ഉണ്ടാവും. അടുത്ത ഹൈഡ്രജനെ എല്ലാം മാറ്റി, ഹൈഡ്രജനെ എല്ലാം റീപ്ലേസ് ചെയ്തിട്ട് ഡബിൾ ബോണ്ട് ഓയും ഓക്കെയും വന്ന് ആഡ് ആവും. ഓക്കെ, ഇവന്റെ പേര് പൊട്ടാസ്യം ബെൻസോയേറ്റ് എന്നാണ് ഇവന്റെ പേര്. പൊട്ടാസ്യം ബെൻസോയേറ്റ്. പൊട്ടാസ്യം ബെൻസോയേറ്റ്. അപ്പം ഇവിടെ വീണ്ടും എന്ത് ചെയ്യാൻ പോകുന്നത്, വീണ്ടും ഞാൻ ഇവിടെ ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്യാൻ പോകും. ആസിഡ് ഹൈഡ്രോളിസിസ് H3O+. അപ്പൊ എന്തായി മാറുമെന്ന് അറിയാമോ? അപ്പം ആസിഡ് ഹൈഡ്രോളിസിസിനകത്ത് എന്തുണ്ട്, H ഉണ്ട്, OH ഉണ്ട്. അപ്പൊ OH ഈ ഓക്കേനെ അവിടെ നിന്ന് മാറ്റിയിട്ട്, അല്ല കെനെ അവിടെ നിന്ന് മാറ്റിയിട്ട് H വന്ന് അവിടെ ചേരും. അപ്പൊ നോക്കിയോ, C ഡബിൾ ബോണ്ടോ ഇവിടെ എന്താ OH വന്ന് ചേരും. അപ്പൊ നമുക്ക് വേണ്ട ആളായി. ആൽക്കൈൽ ബെൻസീനിൽ നിന്ന് എന്തുണ്ടായി, കാർബോക്സിലിക് ആസിഡ് ഉണ്ടായി. ഇവന്റെ പേര് ബെൻസോയിക് ആസിഡ് എന്നാണ്, ബെൻസോയിക് ആസിഡ് എന്നാണ്. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യൻ കൂടെ തരാം. അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നോക്കിയോ, അതിന്റെ പ്രത്യേകതയും കൂടെ പറഞ്ഞുതരാം. പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ച ചോദ്യം, CH2 CH3 എന്നിട്ട് ഒരു ഇത് തന്നു, എന്താ ആൽക്കലൈൻ KMnO4ഉം അതേപോലെ തന്നെ KOHും റിയാക്ട് അതിനകത്ത് ആഡ് ചെയ്യാന്ന് പറഞ്ഞു തന്നു. അപ്പൊ എല്ലാരും എഴുതി വെച്ചെന്താ പറയുക, ഈ കാർബണിൽ അതിനെ 3 ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ COOH എഴുതി വെച്ചു. പക്ഷേ അവിടെ അല്ല, ഞാൻ പ്രത്യേകം പറയാം, ഇവിടെ ആൽക്കൈൽ ബെൻസീയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് ഈ കാർബണിലാണ്. അപ്പം ഈ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ ബോണ്ട് ഇവിടുന്ന് മുറിഞ്ഞു പോയിട്ട് വേറെ എന്തെങ്കിലും ബൈ പ്രൊഡക്റ്റ് ആയിട്ട് മാറും. അപ്പൊ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെയാണ്. പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ എല്ലാവരും തെറ്റിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്, അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. അപ്പൊ ഇവിടെ C ഡബിൾ ബോണ്ടോ OK തന്നെയാണ് ഉണ്ടാകുന്നത്. വീണ്ടും ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്യുവാണ്, H3O+ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഇങ്ങനെയാണ്, C ഡബിൾ ബോണ്ടോ OH ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ചോദിക്കല്ലേ, ഈ രണ്ടാൾക്കാർ എവിടെ പോയി? ആ രണ്ടാൾക്കാർ വേറെ എവിടെയെങ്കിലും പോയി കാണും. കാരണം ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ എന്താണ് OH എവിടെ കിടപ്പുണ്ട്, ആ OH ആയിട്ട് ചേർന്ന് ചിലപ്പോൾ ആൽക്കഹോൾ ഉണ്ടായി കാണും, CH3 CH2OH ഉണ്ടായി കാണും, നമുക്കറിയില്ല. അത് ബൈ പ്രൊഡക്റ്റിന് പ്രസക്തി ഇല്ല, നമുക്ക് ഇത് മാത്രം ഓർത്താൽ മതി. മനസ്സിലായി?
ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ഫ്രം നൈട്രൈൽസ് ആണ്. ഫ്രം നൈട്രൈൽസ്, ഫ്രം നൈട്രൈൽസ്. നൈട്രൈൽസ് നമുക്കറിയാം, നൈട്രൈൽസിൽ നിന്ന് ആൽഡിഹൈഡിനെ പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷൻ നമ്മൾ പഠിച്ച ഒരു വെരി ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആയിരുന്നു. ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. SnCl2 വെച്ചിട്ട് നൈട്രൈൽസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താണ് ആൽഡിഹൈഡ് ഉണ്ടാകുന്ന റിയാക്ഷനെ സ്റ്റീഫൻസ് റിയാക്ഷൻ എന്ന് പറയും, അല്ലേ? നമുക്ക് നൈട്രൈൽസിൽ നിന്ന് നമുക്ക് എന്തിനേയും ഉണ്ടാക്കാം, കാർബോക്സിലിക് ആസിഡിനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം ആലോചിക്കണം. നൈട്രൈൽ എന്ന് പറയുമ്പോൾ C∼ വരുന്ന ആൾക്കാരെയാണ് നൈട്രൈൽസ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതുക, ജനറൽ R C∼ ഇങ്ങനെയാണ്. ആൽക്കൈൽ ഗ്രൂപ്പും CN വരുന്നതിനെയാണ് നൈട്രൈൽസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ CH3 CH2 C∼ ഇതിനെ ഞാൻ സിംപിളി കുറച്ച് വെള്ളം കോരി ഒഴിക്കാൻ പോകും. H2O വെള്ളം കോരി ഒഴിക്കാൻ പോകും. ഓക്കെ, ഇതിനകത്ത് കുറച്ച് വെള്ളം കോരി ഒഴിക്കും, ഹൈഡ്രോളിസിസ്. അപ്പം നിങ്ങൾ ഓർത്തോണം, ഞാൻ ഈ പറയുന്ന പോലെ ഇങ്ങനെയല്ല റിയാക്ഷൻ നടക്കുന്നത്. പക്ഷെ ഓർത്തിരിക്കാൻ വേണ്ടി ഈ H2 നേരെ ഈ N കൂടെ പോകുന്നു, ഈ O നേരെ എന്താണ് ഇതിൻ്റെ കൂടെ പോകുന്നു ആലോചിക്കണം. ഈ ട്രിപ്പിൾ ബോണ്ടിൽ 2 കൊണ്ട് പൊട്ടും. അപ്പം ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. CH3 CH2 C∼ ഇവിടെ ഒരു NH2 ഉണ്ടാവും. ഇവനെ നമ്മൾ അമൈഡ് എന്നാ പറയുന്നത് കേട്ടോ. C∼ ഒരു സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഒരു സൈഡിൽ NH2 വന്നു കഴിഞ്ഞാൽ അവനെ നമ്മൾ അമൈഡ് എന്ന് പറയും. അമൈഡ് എന്ന് ഇപ്പൊ ഇവന്റെ ഒരു പ്രൊപ്പനമൈഡ് എന്നാണ്. പ്രൊപ്പനമൈഡ്. അപ്പൊ അതിനകത്ത് പ്രൊപ്പനമൈഡ്, അതിനകത്ത് എന്താണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാൻ പോവാ, കുറച്ച് വെള്ളം കൂടി ഒഴിക്കാൻ പോവാ, H2O ഒഴിക്കാൻ പോവാണ്. ആസിഡ് ഹൈഡ്രോളിസിസ് ആണ് പറയുന്നത്, H2O ഒഴിച്ചാലും മതി. എന്നിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് എന്താ വേണ്ടത്, H3O+ എന്നിട്ടോ, H3O+ എന്നിട്ടോ, H3O+ എന്നിടുവാണെങ്കിൽ എന്ത് സംഭവിക്കും, H2O എന്നിട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഈ ആസിഡ് ഹൈഡ്രോളിസിസും നിങ്ങൾ അങ്ങനൊന്നും സ്പെസിഫിക് ആയിട്ട് കൃത്യം ഓർത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി H3O+ഉം H2O ഒക്കെ രണ്ടിനകത്തൊന്നും ആഡ് ആവുന്നത് H+OH- ആഡ് ആവുന്നത്. ഓക്കെ, ആസിഡ് ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ബോണ്ടുകളെയൊക്കെ കുറച്ചുകൂടെ പൊട്ടിക്കണമെങ്കിൽ ആസിഡിന്റെ കൂടെ വെള്ളത്തിനകത്ത് ആസിഡ് ആഡ് ചെയ്തിട്ട് അങ്ങനെ ആഡ് ചെയ്യും. അതിനാണ് ആസിഡ് ഹൈഡ്രോളിസിസ് എന്ന് പറയാം. ഓക്കെ, കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇത്രയും 500 റിയാക്ഷൻ പഠിക്കാനുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പം നോക്കിയോ, നെയിം റിയാക്ഷന്റെ റിയജന്റുകളൊക്കെ എപ്പോഴും മസ്റ്റ് ആയിട്ട് ഓർത്തു വെക്കണം. നെയിം റിയാക്ഷന്റെ അപ്പൊ ഇവിടെ എന്ത് വരും, CH3 CH2 അതിന് അനക്കമില്ല, C∼ അനക്കമില്ല. ആ NH2 മാറ്റിയിട്ട് അവിടെ OH വരും. കാരണം ഇതിനകത്ത് H ഉം OH ഉണ്ട്. അടുത്ത ഇതിനെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് വേണ്ട ഈ ഹൈഡ്രജൻ NH2 കൂടെ വരും, ഈ OH ഈ കാർബൺ കൂടെ വരും. അതാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ എന്തുണ്ടാവും, NH2 ന്റെ H കൂടെ ചേർന്ന് കഴിഞ്ഞാൽ NH3 ഉണ്ടാവും. കണ്ടോ, ഇതായിരിക്കും കൺസെപ്റ്റ്. ഇവന്റെ പേര് ഒന്നെങ്കിൽ നിങ്ങൾക്ക് പ്രൊപ്പൈൻ നൈട്രൈൽ എന്ന് പറയാം. നൈട്രൈൽ എന്നല്ല, അപ്പൊ പ്രൊപ്പൈൻ നൈട്രൈൽ എന്ന് എഴുതാം. പ്രൊപ്പൈൻ നൈട്രൈൽ എന്ന് എഴുതാം. അപ്പൊ ഇത് പ്രൊപ്പനമൈഡ് ഉണ്ടാവും, അതിൽ നിന്ന് പ്രൊപ്പനോയിക് ആസിഡ് ഉണ്ടാവും. പ്രൊപ്പനോയിക് ആസിഡ്. ഇനി നമുക്ക് ഇതിപ്പം നൈട്രൈലിൽ നിന്ന് ആസിഡ് ഉണ്ടാക്കി മാറ്റാം. ഇനി നമുക്ക് അമൈഡിൽ നിന്ന് ആസിഡ് ഉണ്ടാക്കിയെടുക്കാം. ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നൈട്രൈലിൽ നിന്ന് അമൈഡ് ഉണ്ടാക്കിയിട്ട് അമൈഡിൽ നിന്നാണ് പ്രൊപ്പനോയിക് ആസിഡ് ഉണ്ടാക്കിയത്. നമുക്ക് വേണേൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം, അമൈഡിൽ നിന്ന് ആസിഡ് ഉണ്ടാക്കാമല്ലോ. എന്ത് ചെയ്താൽ അമൈഡിനകത്ത് കുറച്ച് ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്താൽ മാത്രം മതി, അല്ലേ? അമൈഡിനെ ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്താൽ മാത്രം മതി. അപ്പം നമുക്ക് വേണമെങ്കിൽ അടുത്ത റിയാക്ഷൻ ഇങ്ങനെ എഴുതാം, ഫ്രം അമൈഡ്. അമൈഡിനകത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം, CH3 CH2 C∼ONH2. ആ കോമ്പൗണ്ട് തന്നെ എടുക്കാം. ആ കോമ്പൗണ്ട് എടുത്തിട്ട് അതിനകത്ത് എന്ത് ചെയ്യുക, ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്താൽ മതി. H3O+ ചെയ്തിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, CH3 CH2 C∼OH. പരീക്ഷയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചാൽ ഇങ്ങനെയാണ്, C6H5 C∼NH2. ഇതും ഒരു അമൈഡ് ആണ്, പക്ഷെ ബെൻസനമൈഡ് എന്നാണ് പറയുന്നത്. ബെൻസനമൈഡ് അല്ലെ ബെൻസമൈഡ് എന്ന് പറഞ്ഞാലും ശരിയാണ്. ഇതിനെയും നമുക്ക് എന്ത് ചെയ്താൽ മതി, ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇതെന്തായിട്ട് മാറും, C6. ബെൻസനമൈഡ് വന്ന എങ്ങനെയാണ്, C6H6 നോക്കിക്കോണം. സാധാരണ അവിടെ റിംഗ് ആണ് വരുന്നത്, പക്ഷെ റിങ്ങിന് പോലെ അവർ മോളിക്കുലാർ ഫോർമുലയിൽ തന്നിരിക്കുകയാണ്. തെറ്റുമെങ്കിൽ തെറ്റാട്ടെ എന്നുള്ളൊരു ചിന്തയിൽ
സി ഡബിൾ ബോണ്ടോ കണ്ടോ, ഇവിടെ എന്താ OH വരും. ബെൻസനോയിക് ആസിഡ് ഉണ്ടോ, ബെൻസനോയിക് ആസിഡ് ഉണ്ടോ. ഇനിയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വേറൊരു പ്രിപ്പറേഷൻ ആണ് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ്. കാർബോക്സിലിക് ആസിഡ് നമുക്ക് ഗ്രിഗ്നാർഡ് റിയേജന്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഗ്രിഗ്നാർഡ് റിയേജന്റിനെ പറ്റി നിങ്ങൾക്കറിയാം. RNGX എന്ന് പറയുന്ന ജനറൽ ഫോർമുല വരുന്ന ആൾക്കാരെയാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയുന്നത്. ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ് എന്നാണ് അവരുടെ വിഭാഗത്തിന്റെ പേര്. അവരിൽ നിന്ന് നമുക്ക് എങ്ങനെ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രിഗ്നാർഡ് റിയേജന്റിനകത്ത് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്താൽ മതി. കാർബൺ ഡൈ ഓക്സൈഡിന്റെ വേറെ പേര് ഡ്രൈ ഐസ്. അപ്പൊ അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനകത്ത് ഏതൊക്കെ ബോണ്ട് കൂട്ടി ഏതൊക്കെ ആഡ് ഓൺ ആണ് ചെയ്യുന്നതെന്ന് നമുക്ക് എങ്ങനെ നോക്കാം. നമുക്ക് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ് എഴുതിയിട്ട് എഴുതുക. നമുക്ക് ഒരു ഈഥൈൽ മഗ്നീഷ്യം ആഡ് എടുക്കാം. അതായത് CH3CH2 MgCl. ഇത് ഈഥൈൽ മഗ്നീഷ്യം ക്ലോറൈഡ് ആണ്. മഗ്നീഷ്യം ക്ലോറൈഡ് ആണ്. ഇതിനെ ഞാൻ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് സി ഡബിൾ ബോണ്ടോ ഇതുമായിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പൊ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ CH3CH2 നേരെ ഈ കാർബണിൽ വരികയും ഈ MgCl2 Mg നേരെ വന്ന് ഈ ഓക്സിജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെയാണ്. ഇതിനെ ഡ്രൈ ഐസ് എന്ന് പറയും കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, ഡ്രൈ ഐസ് എന്നാണ് പറയുന്നത്. അപ്പൊ റിയാക്ഷൻ വിത്ത് ഡ്രൈ ഐസ് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഓർത്തോണം. ഗീവ്സ് എന്താണ് സംഭവിക്കുന്നത്, ഈ സി ഡബിൾ ബോണ്ടോയ്ക്ക് ഒരു അനക്കവും ഇല്ല. ഓക്കെ, ഏത് സി ഡബിൾ ബോണ്ടോ വേണേലും പൊട്ടാൻ കേട്ടോ. ഇത് വേണേലും യൂസ് ചെയ്യാം, ഇത് വേണേലും യൂസ് ചെയ്യാം. ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലെ യൂസ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ആര് വരും, CH3CH2 വരും. ഇവിടെയോ, ഇവിടെ ഓൾറെഡി ഒരു O ഉണ്ട്. പക്ഷെ ആ ഓയിൽ Mg ആണോ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ MgCl കണ്ടോ, MgCl കണ്ട് ഇങ്ങനെ അപ്പുറത്ത് എഴുതുവാണെങ്കിൽ കൃത്യമായിട്ട് ഈ ഓയിൽ ആയിരുന്നെങ്കിൽ MgCl ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതാമായിരുന്നു. ഓക്കെ, നമ്മൾ അതുകൊണ്ട് Mg ആണോ വന്ന് അറ്റാച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് തിരിച്ചെഴുതിയത് കേട്ടോ, MgCl. ഇനി എന്താ സംഭവിക്കേണ്ടത്, ഇനി നമുക്ക് ഒന്നും ചെയ്യേണ്ട, കുറച്ച് വാട്ടർ ആഡ് ചെയ്താൽ മതി. ശരിയല്ലേ, ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്താൽ മതി. H3O+, അതിൽ H+ ഉണ്ട്, OH- ഉണ്ട്. ഈ H+ നേരെ വന്നിട്ട് ഈ ഓക്സിജന്റെ കൂടെ വന്ന് ചേരും. ഈ OH- ഈ Mgയുടെയും Clന്റെ ഇടയ്ക്ക് കയറിയിരിക്കും. അപ്പം ഇവിടെ നോക്കിയാൽ കോമ്പൗണ്ട് ഇങ്ങനെയാണ്. C ഡബിൾ ബോണ്ടോ അനക്കണ്ട, ഇവിടെ ഒരു O ഓൾറെഡി ഉണ്ട്, അതിൽ H വരും. താഴെ ഒരു CH3CH2 ഉണ്ട്, അനക്കണ്ട. ബാക്കി എന്താ, MgCl അവിടുന്ന് പോയിട്ട് ആ OH-നെ ഇടയ്ക്ക് കയറ്റും. അതായത് ഇങ്ങനെ MgOH Cl. ഇവിടെ നോക്കിയേ, CH3CH2COOH അല്ലേ. അപ്പൊ ഇവനെന്താ, എഥനോയിക് ആസിഡ് തന്നെ അല്ലയോ. അല്ല, എഥനോയിക് ആസിഡ് പ്രൊപ്പനോയിക് ആസിഡ് ആണ്. ഈ റിയാക്ഷൻ ഒരു പ്രത്യേകത ഉണ്ട്. ഈ റിയാക്ഷനെ അസെന്റ് ഓഫ് സീരീസ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇവിടെ റിയജന്റില് 2 കാർബൺ ഉള്ള കോമ്പൗണ്ട് ആയിരുന്നു, ഈഥയിലായിരുന്നു. പക്ഷെ പ്രൊഡക്റ്റ് വന്നപ്പോൾ കണ്ടോ പ്രൊപ്പൻ ആയത്. അപ്പൊ അതിനർത്ഥം ഇവിടെ എന്താണ്, കൂടുതൽ കാർബൺ ആറ്റം ഉള്ള കോമ്പൗണ്ട് ആണ് ഉണ്ടായത്, കുറവിൽ നിന്ന് കൂടുതൽ. അങ്ങനെയുള്ള റിയാക്ഷൻ അസെന്റ് ഓഫ് സീരീസ് എന്നാണ് പറയാം. ഓക്കെ, അടുത്തത് ഫ്രം ആസിഡ് ഹാലൈഡ്സ്. അടുത്തത് ഫ്രം ആസിഡ് ഹാലൈഡ്സ്. ആസിഡ് ഹാലൈഡ്സ് എങ്ങനെയാണെന്നാ പറഞ്ഞത്, സി ഡബിൾ ബോണ്ടോടെ ഒരു സൈഡില് ഹാലൈഡ് എക്സ് ജനറലി എക്സ് എന്ന് എഴുതാം, ഒരു സൈഡിൽ എന്താ ആൽക്കൈൽ ഗ്രൂപ്പ്. ഇങ്ങനെ വരുന്നതിനെയാണ് ആസിഡ് ഹാലൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ആസിഡ് ഹാലൈഡിനെ നമുക്ക് കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റാൻ സിംപ്ലി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. CH3 C ഡബിൾ ബോണ്ടോ
Cl എടുക്കാം. ഇത് എന്താണ് ഒരു ആസിഡ് ആലൈഡ് ആണ്. അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് H2O. H2Oക്കകത്ത് എന്തുണ്ട്? H ഉണ്ട്, OH ഉണ്ട്. എന്ത് സംഭവിക്കും? ഈ OH വന്ന് നേരെ ഇവിടെ വന്ന് ചേരും. ഈ Cl നേരെ Hന്റെ കൂടെ പോകും. അപ്പൊ തന്നെ ഇങ്ങനെ ഉണ്ടാവും CH3 C ഡബിൾ ബോണ്ടോ OH വരുന്നു, മറ്റേത് അപ്പുറത്തോട്ട് പോകും HCl. ഇത് എന്താണ്? ഇവിടെ സെയിം കാർബൺ ആറ്റമാണ്. അപ്പൊ ഇത് എഥനോയിക് ആസിഡ് ഉണ്ടായി. എഥനോയിക് ആസിഡ്. ഇനിയും ഫ്രം അസറ്റിക് അൻഹൈഡ്രൈഡ് ഫ്രം അസറ്റിക് അൻഹൈഡ്രൈഡ് അസറ്റിക് അൻഹൈഡ്രൈഡ്. ഈ അസറ്റിക് അൻഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് ഓർക്കുന്നുണ്ടോ? വലിയൊരു കോമ്പൗണ്ട് CH3CO ട്വൈസ് O എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ കോമ്പൗണ്ട് തന്നെ ഇങ്ങനെ ആയിരിക്കുന്നത്. അതായത് CH3 C ഡബിൾ ബോണ്ട് O, വീണ്ടും CH3 C ഡബിൾ ബോണ്ട് O. അതെല്ലാം കണ്ട ഇങ്ങനെ ആയിരിക്കുന്നത്. ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. അതായത് ഇതിനകത്തോട്ട് നോക്കിയാൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? H2O ആഡ് ചെയ്യുക, അതായത് HOH ആഡ് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കുന്നത് അറിയോ? ഈ H നേരെ ഈ ഓക്സിജൻ ഇവിടെ വന്നിട്ട് ഇത് സ്പ്ലിറ്റ് ആവും. ഇവിടെ വെച്ച് അങ്ങ് സ്പ്ലിറ്റ് ആവും. അപ്പം ഇവിടെ CH3 C ഡബിൾ ബോണ്ട് ഉണ്ട്, ഒരു ഓയും കൂടെ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു H വന്നു, അസിറ്റിക് ആസിഡ് ഉണ്ടായി. പ്ലസ് ഈ OH വേണ്ട ഈ കാർബണിലും വരും. ഔട്ട് ബോണ്ട് ബ്രേക്ക് ആകുമ്പോൾ നോക്കി CH3 C ഡബിൾ ബോണ്ട് O ഇവിടെ ഉണ്ട്, അതിന്റെ ആ ബോണ്ട് ബ്രേക്ക് ആയി. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ഒരു OH വന്നു. അപ്പൊ രണ്ട് അസറ്റിക് ആസിഡ് മോളിക്കൂൾ ഉണ്ടാവും. അസറ്റിക് അൻഹൈഡ്രൈഡിനെ ഹൈഡ്രോളിസിസ് ചെയ്യുകയാണെങ്കിൽ അസറ്റിക് ആസിഡ് ഉണ്ടാവും. അടുത്തത് ഫ്രം എസ്റ്റർ. ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ അങ്ങ് തീരും. ഫ്രം എസ്റ്റർ. എസ്റ്റർ എന്താന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫ്രൂട്ടി സ്മെല്ലിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. നിങ്ങൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കുടിക്കുന്ന ഫ്രൂട്ടി, അതേപോലെ തന്നെ സ്ലൈസ്, മാസ പോലെയുള്ള സാധനങ്ങൾ നിങ്ങൾ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് മാങ്ങയുടെ പൾപ്പ് പോലെയുള്ള ഒരു ഒരു സംഭവം നിങ്ങളുടെ വായിലോട്ട് വന്ന് വീഴുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വിചാരിക്കല് മാങ്ങയുടെ പൾപ്പാണ്. അത് ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്ന എസ്റ്റർ ആണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ആലോചിക്കുക. അതായത് അത് കുടിക്കുന്ന എല്ലാം കെമിക്കലാന്നുള്ള കാര്യം ഒരു 100% ഉറപ്പിച്ചു. കാരണം അത് ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്ന എസ്റ്ററാണ്. നമുക്ക് എല്ലാം ഈ മാങ്ങയ്ക്കും അതേപോലെ ചക്കയ്ക്കും അതേപോലെ തന്നെ എന്താണ് ഏത്തക്കയ്ക്കും അതേ ആപ്പിളിനും ഒക്കെ മുറിക്കുന്ന സമയത്ത് ഒരു മണം ഉണ്ടല്ലോ, അപ്പം ഒരു ഫ്രൂട്ടിന്റെ മണം. അപ്പൊ ആ മണം എന്ന് പറയുന്നത് ശരിക്കും അതിനകത്ത് എസ്റ്റർ എന്ന് പറയുന്ന നാച്ചുറൽ സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കുന്നതുകൊണ്ടാണ്. അത് ലാബിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഒരു ആൽക്കഹോളിനെയും ഒരു കാർബോക്സിലിക് ആസിഡിനെയും കൂടെ മിക്സ് ചെയ്താൽ മതി. അപ്പം നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഏത് എസ്റ്റർ ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള കാർബോക്സിലിക് ആസിഡിനെയും എന്താണ് ആൽക്കഹോളിനെയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലാബിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഈ മാങ്ങയുടെ പൾപ്പൊക്കെ അതുപോലെ തന്നെ കിട്ടും, അതേ ടേസ്റ്റ്, അതേ ഇതില്. എനിക്കൊന്ന് മാങ്ങയെക്കാട്ടിലും അടിപൊളി ടേസ്റ്റ് കിട്ടും. മനസ്സിലായോ? ഒറിജിനൽ മാങ്ങയുടെ ടേസ്റ്റിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണല്ലോ നമ്മൾ എപ്പോഴും മേടിച്ച് കുടിക്കുന്നത്. എന്നാൽ റിയൽ ആയിട്ട് ഒരു മാങ്ങ ജ്യൂസ് അടിച്ചു കുടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ടേസ്റ്റ് ഫീൽ ചെയ്യത്തില്ല. മനസ്സിലായോ? അപ്പൊ അതിനകത്ത് ടേസ്റ്റ് എൻഹാൻസർ ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഒത്തിരി കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ അത് ആണ് എസ്റ്റർ. അപ്പൊ ആ എസ്റ്ററിൽ നിന്ന് കാർബോക്സിലിക് ആസിഡ്, ഈ എസ്റ്റർ ഉണ്ടാകുന്നത് തന്നെ ലാബിൽ ഉണ്ടാക്കി എടുക്കുന്നത് തന്നെ കാർബോക്സിലിക് ആസിഡിനെയും ആൽക്കഹോളിനെയും മിക്സ് ചെയ്തിട്ടാണ്. അപ്പൊ അതിനെ തിരിച്ചും ഉണ്ടാക്കാൻ പറ്റും. എസ്റ്ററിൽ നിന്ന് നമുക്ക് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നോക്കാം, നമുക്ക് അതെങ്ങനെയാന്നുള്ള കാര്യം നോക്കാം. C6H5 C ഡബിൾ ബോണ്ടോ, അല്ല എസ്റ്ററിനെ ആദ്യം ഞാൻ പറഞ്ഞുതരാം. എസ്റ്ററിന്റെ ജനറൽ ഫോർമുല C ഡബിൾ ബോണ്ടോ OR. ഇതാണ്. ഇത് R വരാം, AR വരാം. അതായത് ആൽക്കൈൽ ഗ്രൂപ്പും വരാം, അറൈൽ ഗ്രൂപ്പും വരാം എന്നുള്ള കാര്യം. ഇപ്പൊ ഞാൻ അറൈൽ വെച്ചിട്ടാണ് എക്സാമ്പിൾ പറയുന്നത്. അപ്പൊ C6H6 C ഡബിൾ ബോണ്ടോ O CH2 CH3. കണ്ടോ? ഒരു സൈഡിൽ അറൈൽ ഗ്രൂപ്പും ഒരു സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പും. ഇതിനകത്തോട്ട് കുറച്ച്
വെള്ളം കോരി ആസിഡ് ഹൈഡ്രോളിസിസ്, അതായത് ആസിഡിന്റെ പ്രസൻസിൽ കുറച്ച് വെള്ളം കോരി ഒഴിക്കുക. അപ്പൊ ഇത് എങ്ങനെ കട്ടാവും അറിയോ? ഇതിനകത്ത് എച്ചും ഉണ്ട് ഒ എച്ചും ഉണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ? ഈ എച്ചും ഒ എച്ചും എവിടെ വേണേ വന്ന് ചേരാം. അപ്പൊ ഉദാഹരണം വേണമെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് എച്ച് വന്ന് ഇവന്റെ കൂടെ ചേർന്നിട്ട് ഇത് ആൽക്കഹോളും, ഒ എച്ച് വന്നിട്ട് ഇവിടെ ചേർന്നിട്ട് അത് കാർബോക്സിലിക് ആസിഡുമായിട്ട് മാറാം. രണ്ട്, വേറൊരു രീതി സംഭവിക്കാം. എന്താ? ഇവിടെ കട്ട് ചെയ്തിട്ട് ഒ എച്ച് വന്നിട്ട് ഇവന്റെ കൂടെയും ചേരാം, എച്ച് വന്നിട്ട് ഇവന്റെ കൂടെയും ചേരാം. അപ്പം എങ്ങനെ അത് നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെയിൻ ലെങ്ത് കൂടിയത് ആസിഡ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പം ചെയിൻ ലെങ്ത് കൂടിയ ആളാരാ ഇവിടെ? കണ്ടോ, C6H6 ആണ് ചെയിൻ ലെങ്ത് കൂടിയ, അവനായിരിക്കും ആസിഡ് ഫോം ചെയ്യുന്നത്. അല്ലാതെ ഈ ഇപ്പം ഇവനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആസിഡ് ഫോം ചെയ്യാം. CH3CH2COOH എന്ന് വേണേൽ ഫോം ചെയ്യാം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയല്ലാതെ അത് തീരുമാനിക്കുന്നത് ചെയിൻ ലെങ്ത്. ചെയിൻ ലെങ്ത് കൂടിയ ആളാരാണോ അവനെ ആസിഡ് ഫോം ചെയ്യത്തുള്ളൂ. നോക്കിയോ, അതിനർത്ഥം ഈ OH വന്നിട്ട് എവിടെ ജോയിൻ ചെയ്യത്തുള്ളൂ? ഈ കാർബണിടെ ജോയിൻ ചെയ്യത്തുള്ളൂ. ഈ H വന്നിട്ട് ഇവന്റെ കൂടെ ചേർന്ന് ആൽക്കഹോൾ ഉണ്ടാകും. കാരണം ചെയിൻ ലെങ്ത് കൂടിയത് ഇവിടെ C6H5C ഡബിൾ ബോണ്ടോ OH കണ്ടോ, ഇത് ആസിഡ് ആയിട്ട് മാറും, ബെൻസോയിക് ആസിഡ്. പ്ലസ് ബാക്കി എന്താ? CH3CH2OH. ഇവിടെ വേണമെങ്കിൽ ഒരു ഡോട്ട് ഇട്ട് എഴുതി വെക്കണം. എന്താണ്? കാര്യം ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ. ദോസ് which has more chain length will be converted to acid. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞു വിടുന്നേ ഉള്ളൂ, എഴുതിപ്പിക്കുന്നില്ല. അതായത് ആദ്യത്തെ 4 മെമ്പേഴ്സ്, അതായത് മെഥനോയിക് ആസിഡ്, എഥനോയിക് ആസിഡ്, ബ്യൂട്ടനോയിക് പ്രൊപ്പനോയിക് ആസിഡ്, ബ്യൂട്ടനോയിക് ആസിഡ്, ഇവരെല്ലാം ലിക്വിഡ് ആണ്, അൺപ്ലസന്റ് ഓർഡേഴ്സ്. അതിനൊരു എക്സാമ്പിൾ ആണ് വിനീഗർ. അസിറ്റിക് ആസിഡ് ആണ്, 2 കാർബൺ ഉള്ള കാർബോക്സിലിക് ആസിഡ് ആണ്. വളരെ വല്ലാത്ത സ്മെല്ലാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. എന്നാൽ ചിലർക്ക് അത് ഇഷ്ടമാണ് കേട്ടോ, അതെന്ന് വേറെ കാര്യം. ഇനിയിപ്പോ ഞാൻ ഓഫ്ലൈൻ ക്ലാസ് പഠിപ്പിച്ച സമയത്ത് ഒരു ചെറുക്കൻ അത് ഇപ്പോഴും എന്താണ്, അത് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും അത് മണത്തോണ്ടിരിക്കുന്നതാണ് പറയുന്നത്. നമ്മൾ ഈ മണ്ണെണ്ണയുടെ മണം ചിലർക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ എന്താണ് ഇതും ഇഷ്ടമാണ്. പക്ഷെ എനിക്കത് അൺപ്ലസന്റ് ആണ്. അപ്പം പലർക്കും ഒരു 90% ആൾക്കാർക്ക് വിനീഗറിന്റെ സ്മെല്ല് ഭയങ്കര അൺപ്ലസന്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇനിയും ഹയർ മെമ്പേഴ്സ് ആർ നോട്ട് ലിക്വിഡ്, അതായത് ബ്യൂട്ടനോയിക് ആസിഡിന്റെ പെന്റനോയിക് ആസിഡ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവര് എന്താണ് ലിക്വിഡ് അല്ല, അവരൊരു വാക്സി സോളിഡ് ആയിരിക്കും. വാക്സി സോളിഡ് എന്ന് പറയുമ്പോൾ ഒരു സെമി സോളിഡ്. എന്താ പറയുക, നമ്മുടെ ഈ കോസ്മെറ്റിക്സിനകത്തൊക്കെ ഈ കാർബോക്സിലിക് ആസിഡ് ഉപയോഗിക്കും. ഈ BB ക്രീം, അതേപോലെ തന്നെ മോയ്സ്ചറൈസർ, ലോഷൻസ്, അങ്ങനെയൊക്കെ ഉള്ളതിനകത്ത് കണ്ടോ, അതൊക്കെ ഒരു വാക്സി ഒരു 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 ടെക്സ്ചർ അല്ലേ അതിന്. അപ്പൊ അതിനകത്തൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കാർബോക്സിലിക് ആസിഡിന്റെ ബോയിലിംഗ് പോയിന്റ് മറ്റ് കാർബോണൈൽ കോമ്പൗണ്ട് ആയിട്ടുള്ള ആൽഡിഹൈഡിനെ കീറ്റോണിനെക്കാളും കുറച്ചുകൂടെ കൂടുതലാണ്. കാരണം ഇവിടെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഒക്കെ ഫോം ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. പിന്നെ വേറെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ അതൊന്ന് എഴുതി വെച്ചേക്കണം. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് എഴുതിയിട്ട് ഒറ്റ കാര്യം ഒന്ന് എഴുതിയാല്, ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് കാർബോക്സിലിക് ഒറ്റ കാര്യം എഴുതിക്കോ. Carboxylic acid exists as a dimer. അതായത് ഇങ്ങനെ CH3C ഡബിൾ ബോണ്ട് OH. ഇവിടെ ഒരു CH3C
ഡബിൾ ബോണ്ട് ഓ ഇവിടെ കണ്ട ഇവര് തമ്മിൽ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇവിടെ ഓയ് ഇവിടെ എച്ച് ഇവര് തമ്മിൽ ഇന്റർമോളിക്കുലർ. ഇതാണ് ഡൈമർ. ഡൈമർ എന്ന് പറഞ്ഞാൽ രണ്ട് മോളിക്കൂൾ ഒറ്റ അതായത് കാർബോക്സിലിക് ആസിഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് രണ്ട് മോളിക്കൂൾ ഒരുമിച്ചായിരിക്കും. അതായത് രണ്ട് മോളിക്കൂൾ ആയിട്ടാണ് അവര് എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എപ്പോഴും ആലോചിച്ചോളാം. ഒറ്റയായിട്ടല്ല, ഒറ്റ മോളിക്കൂൾ ആയിട്ടല്ല ഇരിക്കുന്നത്, ഡൈമർ ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ. മരീഷി ചോദിച്ചാണേ. ഓക്കെ, ഇനി നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് കാർബോക്സിലിക് ആസിഡ് എഴുതാം. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഓഫ് കാർബോക്സിലിക് ആസിഡ്. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് കാർബോക്സിലിക് ആസിഡിനകത്ത് എപ്പോഴും കാർബോക്സിലിക് ആസിഡിന് രണ്ട് രീതിയിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതായത് CH3 C ഡബിൾ ബോണ്ടോ OH ഒരു എക്സാമ്പിൾ അല്ലേ. CH3 ഞാൻ ഒരു പ്രാവശ്യം കൂടെ അത് എഴുതുകയാണ്. CH3 C ഡബിൾ ബോണ്ടോ OH. ഇതിന് രണ്ട് രീതിയിൽ കെമിക്കൽ റിയാക്ഷൻ നടത്താം. ചില ആൾക്കാരെ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ OH ബോണ്ട് ആയിരിക്കും പൊട്ടുന്നത്. ചില ആൾക്കാരെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ CO ബോണ്ട് ആയിരിക്കും പൊട്ടുന്നത്. ഏത് ബോണ്ടാണോ പൊട്ടുന്നത് തീരുമാനിക്കുന്നത് ആ ആഡ് ചെയ്യുന്ന റിയേജന്റിന്റെ സ്വഭാവ സവിശേഷതകളും ആ കണ്ടീഷൻസ് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ചായിരിക്കും അവിടെ ആ കൺസെപ്റ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. റിയാക്ഷൻ ഇൻവോൾവിംഗ് ക്ലീവേജ് ഓഫ് OH ബോണ്ട്, റിയാക്ഷൻ ഇൻവോൾവിംഗ് ക്ലീവേജ് ഓഫ് CO ബോണ്ട്. അതിൽ OH ബോണ്ട് വളരെ കുറച്ചേ ഉള്ളൂ റിയാക്ഷൻസ്. CO ബോണ്ടിന്റെ ക്ലീവേജ് ആണ് എപ്പോഴും കൂടുതൽ നടക്കാറ്. അതുകൊണ്ട് അതിന്റെ റിയാക്ഷൻസ് ആണ് കൂടുതൽ. അതിനൊരു 7-8 റിയാക്ഷൻ ഉണ്ട്. ഇതിനൊരു മൂന്നോ നാലോ റിയാക്ഷനേ ഉള്ളൂ. ഞാൻ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻസ് പഠിപ്പിച്ച് ഇതിന്റെ ഒരു അസിഡിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. അതും കൂടെ പഠിപ്പിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഈ കെമിക്കൽ റിയാക്ഷനും ആ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും കൂടെ പഠിപ്പിച്ചിട്ട് നാളെ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പം എഴുതിക്കോളൂ. ഒരു വണ്ണം തന്നിട്ട് റിയാക്ഷൻ ഇൻവോൾവിംഗ് ക്ലീവേജ് ഓഫ് OH ബോണ്ട്. ബോണ്ടിനെ പൊട്ടിച്ചുണ്ടാകുന്ന റിയാക്ഷൻ ആണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. അതിൽ തന്നെ നമുക്ക് അതിന്റെ സബ് ഹെഡിങ് ആയിട്ട് വരുന്നത് അത് അസിഡിറ്റി ഒക്കെ ആ OH ബോണ്ട്, കാരണം H+ അയോൺസ് ഫോം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അസിഡിറ്റി പറയുന്നത്. അപ്പൊ OH ബോണ്ടിലെ ആ എന്താണ് COH ബോണ്ടിലെ OH ബോണ്ട് പൊട്ടിയാലേ H ഫ്രീ ആകത്തുള്ളൂ. അപ്പൊ H ഫ്രീ ആകുന്ന റിയാക്ഷൻ അസിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻ ആയതുകൊണ്ടാണ് അതിനെ അസിഡിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം അസിഡിറ്റി 10ാം ക്ലാസ് പഠിച്ചത് H+ അയോൺസ് ഫോം ചെയ്യുകയാണെങ്കിൽ ആ സാധനം ആസിഡാ. എത്രത്തോളം ഹൈഡ്രോണിയം അയോൺസ് ഫോം ചെയ്യുന്നു അത്രത്തോളം അസിഡിറ്റി ഉണ്ടെന്ന് അർത്ഥം. അസിഡിറ്റി. അതിനകത്ത് 3 റിയാക്ഷൻ പഠിക്കാനുണ്ട്. അപ്പം ഞാൻ റോമൻ ന്യൂമറലിലാണ് ഇനി ഒന്നാമത്തെ എഴുതുന്നത്. അത് റിയാക്ഷൻ വിത്ത് മെറ്റൽ. റിയാക്ഷൻ വിത്ത് മെറ്റൽ. ഓക്കെ, റിയാക്ഷൻ വിത്ത് മെറ്റൽ നമുക്കറിയാം. ഏതൊരു ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താലും സോൾട്ടും ഹൈഡ്രജനും ഉണ്ടാകുന്നത് 10ാം ക്ലാസ് പഠിച്ചിരുന്നു. ഈ കാർബോക്സിലിക് ആസിഡ് ഒരു ആസിഡാണ്. അത് ഏതെങ്കിലും ഒരു മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡിന്റെ തന്നെ ഒരു സോൾട്ടും ഹൈഡ്രജനും ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ എഴുതാം, CH3COOH. ഇതിനെ ഞാൻ സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യണം. സോഡിയം ഒരു മെറ്റലാണ്. എന്ത് സംഭവിക്കും? CH3 ഈ ബോണ്ട് പൊട്ടും. കണ്ടോ, ഈ ബോണ്ട് ആയിരിക്കും പൊട്ടുന്നത്. എന്നിട്ട് Na അവിടെ വരും. CH3COONA പ്ലസ് എന്താണ് ഹൈഡ്രജൻ H2 ആയിട്ട് മാറും. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് രണ്ട് മോളിക്കൂൾ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത് രണ്ടാണ്. അപ്പം 2 ഹൈഡ്രജൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇവിടെ ഇൻറ്റു ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിന്റെ താഴോട്ട് നിങ്ങൾ വേണേ എഴുതാം. ആസിഡ് ഇത് മെറ്റലാണ്, സോൾട്ട് ആണ്, ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഇവന്റെ പേര് നമുക്ക് ഒന്നെങ്കിൽ എന്താണ് സോഡിയം കാർബോക്സിലേറ്റ് എന്ന് എഴുതാം കേട്ടോ, അല്ലെങ്കിൽ സോഡിയം എന്താണ് എഥനോയേറ്റ് എന്ന് എഴുതാം. ഓക്കെ, ഇതൊരു ജനറലി കാർബോക്സിലേറ്റ് സോൾട്ട് ആണ്, സോഡിയം കാർബോക്സിലേറ്റ് ആണ്. സ്പെസിഫിക് ആയിട്ടുള്ള നെയിം സോഡിയം എഥനോയേറ്റ് എന്നാണ് കേട്ടോ. അത് വേണമെങ്കിൽ എഴുതി ഇട്ടേക്കണം. ഇത് സോഡിയം എഥനോയേറ്റ്. ഇത് മറ്റേതും കൂടെ വേണേൽ റെപ്രസെന്റ് ചെയ്തേക്കണം. എന്താ, ഇത് ആസിഡ് ആണ്, അതായിട്ട് വേണേൽ എഴുതിയാൽ മതി. ആസിഡ് ആണ് ഇത്.
എന്താണ് മെറ്റൽ ആണ്. അപ്പൊ എന്തായാലും ഇത് സോൾട്ട് ആയിരിക്കും, ഇത് ഹൈഡ്രജൻ. ഇനി നമ്മൾ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡും ബേസും തമ്മിലുള്ള റിയാക്ഷൻ ആയി. ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ സോൾട്ടും വാട്ടറും ഉണ്ടാവും. അപ്പൊ അതാണ് രണ്ടാമത്തെ റിയാക്ഷൻ എഴുതുന്നത്. റോമൻ ന്യൂമറലില് 2 ഇടുക. റോമൻ ന്യൂമറൽ 2 ഇടുക. എന്നിട്ട് CH3COOH പ്ലസ് NaOH ആൽക്കലി ആണല്ലോ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ബ്രേക്കിംഗ് ഉണ്ടാവും കേട്ടോ. ഈ OH കൊണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താ CH3COO Na തന്നെ, സോഡിയം എഥനോയിറ്റ് തന്നെ ഉണ്ടാവും, പ്ലസ് HOH കൂടെ ചേർന്നിട്ട് വാട്ടർ ഉണ്ടാവും, H2. ഇത് ആസിഡ് ആണ്, ഇത് ബേസ് ആണ്, ഇത് സോൾട്ട് ആണ്, ഇത് വാട്ടർ ആണ്. മൂന്നാമത്തെ റിയാക്ഷനകത്ത് ഇത് വേണമെങ്കിൽ 2 എഴുതിയിട്ട് റിയാക്ഷൻ വിത്ത് ആൽക്കലി എന്ന് എഴുതിയേക്കണേ ഹെഡിങ് ആയിട്ട്. റിയാക്ഷൻ വിത്ത് ആൽക്കലി. മൂന്നാമത്തേത് റിയാക്ഷൻ വിത്ത് ബൈകാർബണേറ്റ് എന്ന് എഴുതാം. റിയാക്ഷൻ വിത്ത് ബൈകാർബണേറ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഇപ്പൊ CH3COOH, ഇതിനെ നമ്മൾ സോഡിയം ബൈകാർബണേറ്റുമായിട്ട് NaHCO3 സോഡിയം ബൈകാർബണേറ്റ്. നമുക്കറിയാം ബൈകാർബണേറ്റുമായിട്ടോ കാർബണേറ്റുമായിട്ടോ ആര് റിയാക്ട് ചെയ്താലും പ്രോഡക്റ്റ് 2 ആൾക്കാർ മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം, വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും. അപ്പൊ അത് ആദ്യം അങ്ങോട്ടേക്ക് ഇട്ടേക്കണം. H2 അത് എല്ലാ റിയാക്ഷനകത്തും അങ്ങനെയാണ്. കാർബണേറ്റോ ബൈകാർബണേറ്റോ വരുവാണെങ്കിൽ പ്രോഡക്റ്റിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടായിരിക്കും. പിന്നെ ബാക്കി എന്താ നമുക്ക് അറിയാവുന്നതാണ് CH3COONA സോഡിയം എഥനോയിറ്റ്. അപ്പൊ ഇതെല്ലാം H+ മാറ്റിയിട്ടാണ് എന്നെ ഒന്ന് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അസിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻ ആണെന്ന് പറയുന്നത്. ഇനി ഇതിന്റെ താഴോട്ട് ഒരു കാര്യം എഴുതിയിടുക. കാരണം ഈ അസിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഉണ്ടല്ലോ ഈ Ka വാല്യൂ, അതായത് ഡിസോസിയേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ വന്നിട്ട് കുറെ ആസിഡ് തരും. ഇപ്പൊ കാർബോക്സിലിക് ആസിഡിന്റെ കുറെ ഡിഫറെന്റ് ഫോമിൽ ആസിഡ് തരും. എന്നിട്ട് അതിനെ അസിഡിറ്റിയുടെ ഇൻക്രീസിംഗ് ഓർഡറിലും ഡിക്രീസിംഗ് ഓർഡറിലും എഴുതാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ചിലപ്പം pKa വാല്യൂ എന്ന് പറഞ്ഞൊരു വാല്യൂ തന്നിട്ടായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ Ka വാല്യൂ തന്നിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ എന്താണ് pKa വാല്യൂ, എന്താണ് Ka വാല്യൂ എന്നുള്ള കാര്യം കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് അവിടെ നിർത്തിയേക്കാം. അപ്പം ഇതിന്റെ താഴോട്ട് തന്നെ ഒരു ആരോ ഇട്ടിട്ട് എഴുതുക, ഒരു റിയാക്ഷൻ ആയിട്ട് എഴുതുക. അതായത് ഇപ്പൊ ജനറൽ ആയിട്ട് എഴുതാൻ നോക്കും, RC ഡബിൾ ബോണ്ടോ OH. ഇതിനെ നമ്മൾ വാട്ടറുമായിട്ട് H2O നമ്മൾ മിക്സ് ചെയ്യുവാണ്. അപ്പൊ നമുക്കറിയാം അസിറ്റിക് ആസിഡ് എടുത്തിട്ട് നമ്മൾ വാട്ടറിനകത്ത് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസോസിയേഷൻ സംഭവിക്കും. എന്താ RC ഡബിൾ ബോണ്ടോ O- എന്ന് പറയുന്ന അയോണും അതേപോലെ തന്നെ ഈ H2O ഇവിടുന്ന് വന്ന അയോണും കൂടെ ചേർന്ന് H3O+ അയോൺ ഉണ്ടാവും. ഈ H3O+ അയോൺസ് ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ ഇതിന് അസിഡിറ്റി ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. ഏതൊരു ആസിഡും വെള്ളത്തിൽ അലിയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ളത്തിൽ അലിയിച്ചു കഴിഞ്ഞാൽ അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് H3O+ അയോൺസ് ഉണ്ടാവും, ഹൈഡ്രോണിയം അയോൺ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യാം. അതായത് നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ പണ്ട് റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ വർഷം AA പ്ലസ് BB ഇക്വിലിബ്രിയം വിത്ത് CC പ്ലസ് DD എന്ന് കഴിഞ്ഞാൽ അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC നെ നമ്മൾ ഇങ്ങനെയായിരുന്നു എഴുതിയത്, കോൺസെൻട്രേഷൻ ഓഫ് C⁻C, കോൺസെൻട്രേഷൻ ഓഫ് D⁻D, കോൺസെൻട്രേഷൻ ഓഫ് A⁻A, കോൺസെൻട്രേഷൻ ഓഫ് B⁻B. ഓക്കെ, അതേപോലെ തന്നെ ഇതിനെ ഇവിടെ എഴുതുന്നത്, ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ടൈമിലല്ല എഴുതുന്നത്, ഇതിനെ റിവേഴ്സിബിൾ റിയാക്ഷൻ കൊടുക്കണം. ഇത് റിവേഴ്സിബിൾ ആണ്. ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ടൈമിലല്ല പറയുന്നത്, പകരം ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Ka യുടെ ടൈമിലാണ് എഴുതുന്നത്. അപ്പം ഈ റിയാക്ഷനെ ഇതുപോലെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. നമുക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. നോക്കി, അതായത് അവിടെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റിന്റെ ടൈമിലായിരുന്നു, അതായത് Ka ആണ്. Ka എന്ന് പറയുമ്പോൾ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. അപ്പം Ka ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷന്റെ
പ്രൊഡക്റ്റ് ആണ്. അതായത് ആർ സി ഡബിൾ ബോണ്ടോ ഒ മൈനസിന്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു H3O പ്ലസിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ഈ റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ ആർ സി ഡബിൾ ബോണ്ടോ ഒ എച്ചിന്റെ കോൺസെൻട്രേഷൻ. H2O കോൺസെൻട്രേഷൻ എപ്പോഴും 1 ആയിട്ടാണ് എടുക്കുന്നത് കൊണ്ട് അത് നമ്മൾ ഇവിടെ ഇടുന്നില്ല, ഇൻറ്റു 1 ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കെയുടെ വാല്യൂ കൂടിയാൽ, ഇപ്പൊ റിയാക്ഷൻ നടക്കുമ്പോൾ അതിന്റെ കെയുടെ വാല്യൂ, ആസിഡ് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അതിന്റെ കെയുടെ വാല്യൂ കൂടുതലാന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആസിഡ് കണ്ടന്റ് കൂടുതലാണ് അർത്ഥം. ഓക്കെ, അപ്പം ഇവിടെ ഈ കെയുടെ വാല്യൂ കൂടണമെങ്കിൽ ഇത് കൂടണോ അതോ ഇത് കൂടണോ? ഇത് കൂടണം. കണ്ടോ, മുകളിലുള്ളത് കൂടിയാലേ, ന്യൂമറേറ്റർ കൂടിയാലേ ഇവിടെ ഉള്ള വാല്യൂ കൂടുകയുള്ളൂ, ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് കെ വാല്യൂ കൂടി കഴിഞ്ഞാൽ അത് ആസിഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി. നമുക്ക് ഇങ്ങനെയും കൂടെ എഴുതാം. if the concentration of product is more, Ka value will be more, hence stronger acid. ഇനി പി കെ വാല്യൂ എന്ന് പറഞ്ഞ സാധനം, പി കെ വാല്യൂ എന്ന് പറയുമ്പോൾ കെ വാല്യൂന്റെ നെഗറ്റീവ് ലോഗ. അപ്പം കെ വാല്യൂ കൂടുതലാണെങ്കിൽ പി കെ വാല്യൂ കുറവാണെന്നർത്ഥം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഓൾസോ പി കെ എ വാല്യൂ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് കെ എ ആണ്. ഇതിനർത്ഥം എന്താണെന്ന് അറിയാമോ? പി കെ വാല്യൂ കുറഞ്ഞു നിന്നാലേ കെ വാല്യൂ കൂടി നിൽക്കത്തുള്ളൂ. കെ വാല്യൂ കൂടി നിന്നാലേ ആസിഡ് കണ്ടന്റ് കൂടുതലുള്ളൂ, അല്ലെ ആസിഡ് സ്ട്രോങ് ആസിഡ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതും കൂടെ എഴുതിയിട്ട് നമുക്ക് നിർത്താം. നോക്കിയോ, if pKa value is smaller, Ka value will be larger and stronger the acid. ഈ പി കെയും കെയും വാല്യൂ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ആണ് തന്നത്.